ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ മീഷോ ഫൈൻസ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് മീഷോ ഫൈൻസ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ അതിനകത്തുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് അത് കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മീഷോ ഫൈൻസ് കുറച്ചും കൂടെ ഉണ്ട്. ഒരു 2 വീഡിയോ കൂടെ കാണുള്ളായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ആരാണ് ആ 4 പേര് അല്ലെങ്കിൽ 6 പേര്, ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 6 കേട്ടോ, അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്ത് എല്ലാവരും നമുക്ക് നോക്കാം ആർക്കാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റായിട്ട് കാണാം കേട്ടോ. ഇന്ന് 3 പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. ഇതെല്ലാം വളരെ റേറ്റ് കുറവിലുള്ള പ്രൊഡക്റ്റ്സാണ്. പിന്നെ റേറ്റ് കുറഞ്ഞ പ്രൊഡക്ട്സ് മാത്രം എടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. റേറ്റ് കുറഞ്ഞ പ്രൊഡക്ട്സ് മാത്രമല്ല, നമ്മളൊരു 800 രൂപ 900 രൂപ അടുത്ത് വരെയൊക്കെ പോകുന്ന പ്രൊഡക്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കാണാത്തത് എൻ്റെ കുറ്റമല്ല. റേറ്റ് കുറഞ്ഞ പ്രൊഡക്ട്സിൻ്റെ വീഡിയോ മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം മീഷോ ഫൈൻഡ് നിന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നു, അത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഭിത്തിയിൽ ആണിയൊക്കെ അടിച്ചിട്ട് ഓരോ ഫോട്ടോസും അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചണിൽ വേണ്ട ഹാങ്ങിങ്സൊക്കെ തൂക്കുന്നതിന് പകരം നമുക്ക് ഈ സംഭവം വാങ്ങിച്ചിട്ട് വോളിൽ ഒട്ടിച്ചു കൊടുക്കാം. നല്ല പശയാണ്. അത്യാവശ്യം വെയിറ്റുള്ള ഫ്രെയിംസ്, ക്ലോക്ക്, അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നമുക്കിതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്, പിന്നെ ഇങ്ങനെ ക്ലോക്കൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഭയങ്കര നൈസായിട്ടുള്ളത്. സൂക്ഷിച്ച് നമ്മളിങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ തുറന്നു വരും. എന്നിട്ട് ആ സ്റ്റിക്കർ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് നേരെ എവിടെയാണോ വേണ്ടത് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആണി അടിച്ച് നമ്മുടെ ഭിത്തി ഒന്നും വൃത്തികേടാക്കണ്ട, ഇത് നേരെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല വെയിറ്റ് ഇത് താങ്ങും കേട്ടോ. നമ്മളിതിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊളുത്തി ഇങ്ങനെ തൂക്കിയിടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതിങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പാണ്. 2 ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം ഈ ഒരു കൊളുത്ത് പോലത്തെ ഉണ്ടല്ലോ, അത് 10 എണ്ണം ഉണ്ട്. കണ്ടോ, നല്ല പശയുണ്ട് കേട്ടോ. ഞാൻ കുറേ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും 68 രൂപയാണ്. ഇതിനകത്ത് 20 പീസാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ കൊളുത്ത് പോലത്തെ ആ ഒരു മോഡൽ 10 എണ്ണം ഉണ്ട്. പിന്നെ അല്ലാണ്ട് വേറെ ഒരു ഞാൻ പറഞ്ഞില്ലേ ക്ലോക്കൊക്കെ വെക്കുന്ന ടൈപ്പ്, അതും 10 എണ്ണം ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് മുന്നേ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട് മാറുന്നത് കൊണ്ട് എനിക്ക് ഒന്നും കൂടെ ആവശ്യം വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുന്ന സമയത്ത് കുറച്ച് ഫോട്ടോ ഫ്രെയിംസൊക്കെ അവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതാ കൊളുത്ത് പോലത്തെയാണ് 10 എണ്ണം. പിന്നെ മറ്റേതും അത് ഞാൻ കാണിക്കാവേ. എനിക്ക് ഇത് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നി. കിച്ചണിലോട്ടൊക്കെ ഈ കൊളുത്ത് പോലത്തെ നമ്മളിപ്പോൾ കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ലൈറ്ററൊക്കെ എല്ലാം നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. മറ്റേത് ഈ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രെയിംസ് തൂക്കാനും ക്ലോക്ക് തൂക്കാനും നമ്മുടെ ഹോളിലത്തേക്ക് വേണ്ടിയിട്ടും ബെഡ്റൂമിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള കോംബോ ആയിട്ടുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഈ ഒരു മോഡൽ മാത്രം വരുന്നതുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആ കൊളുത്ത് പോലത്തെ മാത്രം വരുന്നതും ഉണ്ട്. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള രണ്ടും കൂടെ വരുന്ന കോംബോ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിരിക്കും. ഇത്ര റേറ്റ് കുറവിലല്ലേ കിട്ടുന്നത്. പല സെല്ലേഴ്സിൻ്റെ അടുത്തും പല റേറ്റിലുണ്ട്, 100+ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇത്ര റേറ്റ് കുറവാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 20 എണ്ണം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ, ബ്ലാക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റ് നോക്കാം. അതിൻ്റെ താഴെ ഇരിക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതാണ് സംഭവം. എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ബോക്സിനകത്തല്ലേ, ഗസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ കിച്ചണിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല സേഫായിട്ട് തന്നെയാണ് സംഭവം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എന്നെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം ഇത് ഞാൻ ഇതിനു മുന്നേ എൻ്റെ വീട്ടിലേക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും വാങ്ങിയത്. കണ്ടോ, നമ്മുടെ സിങ്കിലോട്ട് വേണ്ട പൈപ്പാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് 198 രൂപ മാത്രമാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 500+ റേറ്റ് വരുന്നുണ്ട്. കണ്ടോ, ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാനിതൊരു തവണ ഇതിന് മുന്നേ വാങ്ങിയത് കൊണ്ടാണ് മീഷോന്ന് തന്നെ ഇത് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ടേപ്പും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ, ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഈ ഒരു 3 പീസ് സെറ്റാണ് നമുക്ക് കിട്ടുന്നത്.
ഇത് ഇപ്പോൾ സിങ്കിലേക്ക് വേണ്ടതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനിൽ വേണ്ട ആ ഒരു ടൈപ്പും മീഷോയിലുണ്ട് കേട്ടോ. മീഷോയിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം ഒരു ഡൗട്ടിൽ തോന്നിയിട്ടാണ് വാങ്ങിയത്. റേറ്റ് വളരെ കുറവായത് കൊണ്ടിട്ടാണ് അങ്ങനെ ഓർഡർ ചെയ്തത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാമല്ലോ, റീഫണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ വീട്ടിലത്തേക്ക് വാങ്ങിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുതിയ വീട്ടിലത്തേക്കും കൂടെ ഇതൊരെണ്ണം വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണേ. നല്ല റേറ്റ് കുറവല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും നമുക്ക് അത്യാവശ്യമൊക്കെ റിവ്യൂവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിവ്യൂവിൽ എനിക്ക് 2-3 റിവ്യൂ മാത്രം എന്തോ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് പാക്കേജിങ്ങിൻ്റെ പ്രശ്നം, അങ്ങനെ എന്തോ നെഗറ്റീവ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സെല്ലറുടെ അടുത്തു നിന്നാണ് കേട്ടോ. ഞാൻ വേറെ ഒന്നും കണ്ടതായിട്ട് അങ്ങനെ ഓർക്കുന്നില്ല. അപ്പോൾ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ഗിഫ്റ്റ് വേണ്ടവർ അങ്ങനെയും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. എന്താണെന്ന് മനസ്സിലായോ? ഇത് ഈ ഒരു കവറിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു 3 പീസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ആദ്യം ഇതേപോലത്തെ ഒരു സ്റ്റിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ എന്താണെന്ന്? തംബ്നെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇതൊരു നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന ഒരു മോപ്പില്ലേ, അതാണ് കേട്ടോ. ഇതിൻ്റെ പിടിയാണ്. ഇപ്പം നല്ല നീട്ടമുണ്ട്. അപ്പോൾ ഇതൊരു 3 പീസായിട്ട് ഇങ്ങനെ കവറിലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, നേരെ വീട് മാറുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എനിക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ്. വലിയൊരു മോപ്പ് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് പോകണ്ട. ഇതിങ്ങനെ 3 പീസായിട്ട് എടുത്ത് നമുക്ക് എവിടെയെങ്കിലും മാറ്റിയാണെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇതാദ്യം ഞാനപ്പോൾ പിടിഭാഗമൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്ര നല്ല നീട്ടമുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഹൈറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിൻ്റെ താഴ്ഭാഗം വരുന്നത്. വൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വേറെ കളറൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ വാങ്ങിച്ചത്. പിന്നെ ഒരുപാട് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ഇതെന്തായാലും അഴുക്ക് പിടിക്കും. അതിപ്പോൾ വേറെ കളറാണെന്നുണ്ടെങ്കിലും അഴുക്കാകും. വൈറ്റിൻ്റെ അത്ര ആവില്ല, എന്നാലും എനിക്കതെന്തോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. റിവ്യൂവിലും നല്ല ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. കണ്ടോ, ഇതിങ്ങനെ ഇത്രയേ വരുള്ളൂ. പിന്നെ അവിടെ വെച്ച് സ്റ്റക്കായി നിൽക്കുക, ആ ഒരു ബൾജ് ചെയ്തിട്ടുള്ള പോർഷൻ ഉള്ളത് കൊണ്ടിട്ട്. കണ്ടോ, ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെയാണെന്ന് നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ആ വൈറ്റ് സ്പോഞ്ചൊക്കെ അഴുക്കാവും കേട്ടോ. അത് പിന്നെ ഏതാണെങ്കിലും അഴുക്കാവുമല്ലോ, വേറെ കളറാണെങ്കിലും അഴുക്കാകും. തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, സാരമില്ല. അപ്പോൾ ഇതിങ്ങനെ ഊരിയിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങോട്ട് ഊരിയിട്ട് ഒന്നും കൂടെ അറ്റാച്ച് ചെയ്ത് കാണിക്കാവേ. അല്ലെങ്കിൽ പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഫോണിട്ടൊക്കെ ചിലപ്പോൾ വന്ന് കൊള്ളും. ഞാൻ ഇത് ഊരിയിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ആ ഒരു ക്യാപ്പ് ഊരിയിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കണം. കണ്ടോ, ഒരു അബദ്ധം പറ്റി. ക്യാപ്പായിരുന്നു ആദ്യം കണ്ടത്. അത് ഞാൻ ഒന്നുകൂടെ ഊരിയിട്ട് കാണിക്കാവേ. ധൃതി കൂടിപ്പോയതാ. കണ്ടോ, ഈ ക്യാപ്പ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിതിങ്ങനെ ഇവിടെ ഒന്ന് പൊക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നീണ്ടു വരും. കണ്ടോ, അത് ടൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാരണ ഒരു മോപ്പാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. സൈസൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. കണ്ടോ, ഇതിങ്ങനെ നീട്ടാം. വേണ്ട അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര ലെങ്ത് വേണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വളരെ ഹൈറ്റ് കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൈറ്റിൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാം, ചെറുതാക്കി വെച്ചിട്ട്. കണ്ടോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസായി വരുവേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഒരു വൈറ്റ് ക്യാപ്പ് നമ്മൾ സ്പോഞ്ചിൻ്റെ ആ ഒരു പോർഷനിൽ നിന്ന് ഊരിയായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മാക്സിമം ഹൈറ്റിൽ വെച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം എന്തോരം ഉണ്ടെന്നുള്ളത്. ഞാനതൊരു കുറച്ച് മാറ്റി നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഫുള്ളായിട്ട്, ഏറ്റവും കുറവ് ഇതാണ് കേട്ടോ. അത് ഉള്ളിലോട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ കയറുവേ. നമുക്ക് ഫുള്ള് നോക്കാം എന്തോരം വരും എന്ന് നോക്കിയിട്ട് ഞാനിവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുവാണേ. കണ്ടോ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഇതിങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്പ് കൊണ്ടുവന്ന് ഇവിടെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ നല്ല സെക്യൂറായിട്ട് ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടോ, ഇനി നമുക്ക് ആ ഒരു പിടി പോർഷൻ ഉണ്ടല്ലോ, ഗ്രീൻ അല്ല ബ്ലൂ, അതും കൂടെ അറ്റാച്ച് ചെയ്ത് ഏറ്റവും ലാസ്റ്റിൽ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല ബലത്തിൽ അറ്റാച്ച് ചെയ്യണം. എൻ്റെ ബലം അതിന് പോരായിരുന്നു. അത് ഞാൻ കുറച്ച് അതുമേ കിടന്ന് തൂങ്ങേണ്ടി വന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് നന്നായിട്ട് കയറിയിട്ടില്ല. അത് ഫുള്ള് കയറ്റാൻ പറ്റും അങ്ങോട്ട്. ഫുൾ മീൻസ് ആ ഒരു ഡോട്ടഡ് ആ ഒരു പോർഷൻ കണ്ടോ, അപ്പോൾ നന്നായിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും കയറ്റി കഴിയുമ്പോൾ ഈ ഒരു ഹൈറ്റാണ് സംഭവം നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇത്ര ഹൈറ്റ് ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ. ഞാൻ ആ പിടി വെച്ചത് ശരിയായില്ല, അതുകൊണ്ട് അവിടെ ചെറിയൊരു വളവ് പോലെ തോന്നുന്നത്. അത് കുറച്ചും കൂടെ കയറാനുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട്. കണ്ടോ, അപ്പോൾ
ഇത്രയും പ്രൊഡക്റ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല നല്ല കമൻറ്റൊക്കെ ഇട്ടോ, നമുക്ക് നോക്കാം. ഇപ്പോൾ കമൻറ്റ് ഒരുപാട് വരുന്നതുകൊണ്ട് ഇത് എങ്ങനെ എടുക്കും എന്നാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.